PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കേരള നവോത്ഥാനം എന്ന ഭാഗത്തു നിന്നും നവോത്ഥാന നായിക എ.വി. കുട്ടിമാളു അമ്മ. എ.വി. കുട്ടിമാളു അമ്മ. എ.വി. കുട്ടിമാളു അമ്മ ജനിച്ചത് 1905. 1905 എ.വി. കുട്ടിമാളു അമ്മ ജനിച്ച വർഷം. ജനിച്ച സ്ഥലം പൊന്നാനി, ആനക്കര വടക്കത്ത് കുടുംബം. കുട്ടിമാളു അമ്മ ജനിച്ച സ്ഥലം പൊന്നാനി, ആനക്കര വടക്കത്ത് കുടുംബം. അച്ഛൻ്റെ പേര് പെരുമ്പിലാവിൽ ഗോവിന്ദ മേനോൻ. എ.വി. കുട്ടിമാളു അമ്മയുടെ അച്ഛൻ്റെ പേര് പെരുമ്പിലാവിൽ ഗോവിന്ദ മേനോൻ. അമ്മയുടെ പേര് മാധവിയമ്മ. അമ്മ മാധവിയമ്മ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീര വനിത എ.വി. കുട്ടിമാളു അമ്മ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീര വനിത എ.വി. കുട്ടിമാളു അമ്മ. കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വർഷം 1936. 1936 കുട്ടിമാളു അമ്മ മദ്രാസ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വർഷം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് കുട്ടിമാളു അമ്മ 2 വർഷം ജയിൽവാസം അനുഭവിച്ചു. 1942-44 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് കുട്ടിമാളു അമ്മ 2 വർഷം ജയിൽവാസം അനുഭവിച്ചു. 1942-1944 മാതൃഭൂമിയുടെ ഡയറക്ടറായും മലബാർ ഹിന്ദി പ്രജാസഭയുടെ അധ്യക്ഷയായും പ്രവർത്തിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ ഡയറക്ടറായും മലബാർ ഹിന്ദി പ്രജാസഭയുടെ അധ്യക്ഷയായും എ.വി. കുട്ടിമാളു അമ്മ പ്രവർത്തിച്ചിട്ടുണ്ട്. മരണപ്പെട്ട വർഷം 1985. എ.വി. കുട്ടിമാളു അമ്മ മരണപ്പെട്ട വർഷം 1985. കേരള നവോത്ഥാന നായികമാരിൽ പ്രമുഖ ലളിതാംബിക അന്തർജനം. ജനനം 1909 മാർച്ച് 30. ജന്മസ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂർ. ജനനം 1909 മാർച്ച് 30. ജന്മസ്ഥലം കൊല്ലം ജില്ലയിലെ പുനലൂർ. അച്ഛൻ്റെ പേര് ദാമോദരൻ നമ്പൂതിരി. അമ്മ ആര്യാദേവി അന്തർജനം. അച്ഛൻ്റെ പേര് ദാമോദരൻ നമ്പൂതിരി. അമ്മ ആര്യാദേവി അന്തർജനം. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം ലളിതാഞ്ജലി 1936. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം ലളിതാഞ്ജലി 1936. വിധവാ വിവാഹം പ്രമേയമാക്കി അന്തർജനം രചിച്ച നാടകം പുനർജന്മം 1935. വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകം 1935 പുനർജന്മം. 1973 സീത മുതൽ സത്യവതി വരെ എന്ന പഠന ഗ്രന്ഥത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 1973 സീത മുതൽ സത്യവതി വരെ എന്ന പഠന ഗ്രന്ഥത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. കുഞ്ഞോമന എന്ന ബാലസാഹിത്യ കൃതിക്ക് 1964 കല്യാണി കൃഷ്ണമേനോൻ പുരസ്കാരം ലഭിച്ചു. ലളിതാംബിക അന്തർജനത്തിന് കുഞ്ഞോമന എന്ന ബാലസാഹിത്യ കൃതിക്ക് 1964 കല്യാണി കൃഷ്ണമേനോൻ പുരസ്കാരം ലഭിച്ചു. ഗോസായി പറഞ്ഞ കഥ എന്ന സമാഹാരത്തിന് 1965 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു.
ഗോസായി പറഞ്ഞ കഥ 1965 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ലളിതാംബിക അന്തർജനത്തിൻ്റെ ഏക നോവലാണ് അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആദ്യ നോവലായ അഗ്നിസാക്ഷിക്ക് 1977 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ആദ്യ വയലാർ അവാർഡ് എന്നിവ ലഭിച്ചു. ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥാസമാഹാരങ്ങൾ: തകർന്ന തലമുറ, 20 വർഷത്തിനു ശേഷം, പവിത്രമോതിരം, കൊടുങ്കാറ്റിൽ, ധീരേന്ദ്ര മജുംദാരുടെ അമ്മ, ആദ്യത്തെ കഥകൾ, മൂടുപടത്തിൽ, കിളിവാതിലിലൂടെ, അഗ്നിപുഷ്പങ്ങൾ, കണ്ണുനീരിൻ്റെ പുഞ്ചിരി എന്നിവ. കഥാസമാഹാരങ്ങളാണ് തകർന്ന തലമുറ, 20 വർഷത്തിനു ശേഷം, കൊടുങ്കാറ്റിൽ നിന്ന്, പവിത്രമോതിരം, ധീരേന്ദ്ര മജുംദാരുടെ അമ്മ, ആദ്യത്തെ കഥകൾ, മൂടുപടത്തിൽ, കിളിവാതിലിലൂടെ, അഗ്നിപുഷ്പങ്ങൾ, കണ്ണുനീരിൻ്റെ പുഞ്ചിരി എന്നിവ. പ്രധാന കവിതാ സമാഹാരങ്ങൾ: ആയിരത്തിരി, നിശബ്ദ സംഗീതം, ഭാവദീപ്തി, ഒരു പൊട്ടിച്ചിരി, ശരണമഞ്ജരി എന്നിവ. കവിതാ സമാഹാരങ്ങളാണ് ആയിരത്തിരി, നിശബ്ദ സംഗീതം, ഭാവദീപ്തി, ഒരു പൊട്ടിച്ചിരി, ശരണമഞ്ജരി എന്നിവ. ലളിതാംബിക അന്തർജനം മരണപ്പെട്ടത് 1987 ഫെബ്രുവരി 6. 1987 ഫെബ്രുവരി 6-നാണ് ലളിതാംബിക അന്തർജനം മരണപ്പെട്ടത്. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥ ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ആത്മകഥയ്ക്ക് ഒരു ആമുഖം ആണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥ. തുടർന്നുള്ള ക്ലാസുകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും സി മീഡിയയുടെ വിജയാശംസകൾ.